സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങും സത്യമല്ലേ? ഞാൻ 3 ജില്ല ചേർക്കുന്നുണ്ട് മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡോ ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ചേർക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം വാങ്ങാൻ കിട്ടുന്നില്ലേ? എല്ലാം ഉണ്ട്. പിന്നെന്താ തുടങ്ങാൻ പറ്റാത്ത? അനുവാദം തരണം. ആരുടെ അനുവാദം? സർക്കാരിന്റെ. ഇപ്പൊ പിണറായി വിജയൻ സർക്കാരില്ലേ? ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് അല്ല ഈ 9 വർഷത്തിനിടെ 9 വർഷത്തിനിടെ നാളെ റിപ്പോർട്ട് ചെയ്യാൻ ഈ പണി തുടങ്ങിയിട്ട് ഇന്ന് നിർത്തിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ ഈ സൈസ് തോന്നിയാസം ഒന്നുമില്ലെങ്കിൽ ഇത്ര പ്രായമുള്ളൊരു മനുഷ്യനല്ലേ? അതിൽ നമ്മുടെ നാടിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ട് ഈ വർഗീയവാദം അദ്ദേഹം പറഞ്ഞിട്ട് ഒരു തരത്തിലും അദ്ദേഹത്തെ ഒരു ഗവൺമെന്റും തൊടത്തില്ല എന്നുള്ള ബോധ്യത്തോടുകൂടി, ഉത്തമമായ ബോധ്യത്തോടുകൂടി ഈ നാട്ടിൽ അദ്ദേഹം ഒരു സമൂഹത്തിനെതിരെ വിദ്വേഷ പരാമർശം നടത്തി ഇത്ര കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കുമ്പോൾ ആ മനുഷ്യന്റെ പ്രായമെങ്കിലും മാനിച്ചിട്ട് വേണ്ടേ അദ്ദേഹത്തിന്റെ തൊണ്ടയെ കിട്ടുന്ന രൂപത്തിൽ ഈ ചോദ്യം ചോദിക്കാൻ പാടണ്ട. അദ്ദേഹത്തിന് ഇങ്ങനെ ഉത്തരം മുട്ടിക്കാൻ പാടണ്ട. എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഹൃദയാഘാതം വല്ല സംഭവിച്ചു പോയി ആരുത്തരം പറയും? റിപ്പോർട്ട് ചെയ്യാനുള്ള ഇതൊന്നും മാധ്യമധർമ്മത്തിൽപ്പെട്ട പണിയല്ലേ ഇതൊന്നും. ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന മാധ്യമധർമ്മമല്ല. ഒരു പ്രായം ചെന്ന മനുഷ്യനെ ഇങ്ങനെ ചോദ്യം ചോദിച്ച് അദ്ദേഹത്തിന്റെ ഈ ഭാഗത്താണ് കെട്ടിപ്പോയത്. ആരോട് പറയും ഈ വിലാപം? ആരോട് പറയും നമ്മൾ ഈ സങ്കടം? ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന മനുഷ്യനല്ലേ? അയാളൊരു ബഹുമാനം വേണ്ടേ? അദ്ദേഹം പർവ്വതം പോലെ മല പോലെ ഇങ്ങനെ കുന്നുകൂട്ടി എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടാണ് ഇതൊക്കെ പറയുന്നറിയോ ഒരു സമുദായത്തിനെതിരെ? ഒരൊറ്റ മിനിറ്റ് കൊണ്ട് റിപ്പോർട്ട് ചെയ്യാനുകാരൻ അതിന് തീട്ട് കളഞ്ഞില്ലേ? ഒരൊറ്റ ചോദ്യം കൊണ്ട്. ഇങ്ങനെ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. എൻ്റെ അഭിപ്രായം ചെയ്യാൻ പാടില്ല. വളരെ മോശമാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? വളരെ വളരെ മോശമാണ്. എന്തൊക്കെ തന്നെ ഇത്ര പ്രായമുള്ളൊരു മനുഷ്യനല്ലേ? എന്തെങ്കിലും സംഭവിച്ചോ എന്ത് ചെയ്യും? ഷടാ, ഞാനൊന്നും അംഗീകരിക്കത്തില്ല. ശരിയാത്. ആന കരിമീൻ തോട്ടത്തിൽ ഇറങ്ങിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെയാണ് നമ്മളെ വെള്ളാപ്പള്ളി നടേശൻ അവിടെയൊക്കെ കാട്ടിക്കൂട്ടിയത്. പക്ഷെ അതിനെ അദ്ദേഹത്തിനെ കുറിച്ച് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം ഈ ജന്നി മൂത്ത ഒരാളാണ് എന്നുള്ളത് മനസ്സിലാക്കണ്ടേ? വയസ്സും പ്രായമൊക്കെ ആയ ഒരാളെ ഇമ്മാതിരി അണ്ണാക്കിക്ക് തള്ളി കൊടുക്കുന്ന ചോദ്യം ചോദിക്കുകയാണെങ്കിൽ റിപ്പോർട്ട് തട്ടില്ല ചെയ്യുക. കൊല്ലാഞ്ഞത് ഭാഗ്യം അവരെ. അടിച്ചവരെ കൊല്ലാഞ്ഞത് റിപ്പോർട്ടർ ചാനലിൻ്റെ ഭാഗ്യം എന്ന് മാത്രം പറഞ്ഞാൽ മതി. കാരണം ഒരു മയത്തിലൊക്കെ ചോദ്യം ചോദിക്കണ്ടേ? അവർക്ക് മറുപടി പറയാൻ പറ്റിയ രീതിയിലൊക്കെ ചോദ്യം ചോദിക്കണ്ടേ? ഏതായാലും അങ്ങേർക്ക് പിന്നെ എന്താ പറയുക, കിട്ടേണ്ട ചോദ്യം അണ്ണാക്ക് തറച്ച് കയറിപ്പോയി. അതാണ് അവിടെ സംഭവിച്ചത്. അതിൽ എനിക്ക് പുള്ളിക്കാരനോട് എനിക്ക് പറയാനുള്ള, അങ്ങേര് ജീവിതകാലം മുഴുവനും കളവ് മാത്രം പറഞ്ഞ് കള്ള് കച്ചവടം ചെയ്ത് കളവ് മാത്രം പറഞ്ഞൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് സത്യം എന്താണ് എന്ന് പോലും അറിയില്ല. സത്യം പറയാനേ അറിയാത്തൊരു വ്യക്തിയാണ് വെള്ളാപ്പള്ളി നടേശൻ. പറയാതെ വയ്യ. കാരണം നോക്കുകയാണെങ്കിൽ അയാൾ പറഞ്ഞത് മലപ്പുറം ജില്ലയിൽ ഹിന്ദുക്കൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കൂല, ഇവിടെ വളരെ പ്രശ്നങ്ങളുള്ള ഏരിയയാണ് എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ മലപ്പുറം ജില്ലയിൽ അയാൾക്ക് കോളേജുകളില്ല എന്നാണ് പറഞ്ഞത്. നിലമ്പൂര് കുന്നപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹത്തിന് കോളേജുണ്ട്, SNDPക്ക് കോളേജുണ്ട്. അയാൾക്കുള്ളതാണോ SNDPക്കുള്ളതാണോ അറിയില്ല, കോളേജുണ്ട്. അത് എയ്ഡഡ് കോളേജ് അല്ല എന്ന് മാത്രം, അൺഎയ്ഡഡ് ആണ്. പിന്നെ നായേഴ്സിന് മഞ്ചേരിയിൽ എയ്ഡഡ് കോളേജ് ഉണ്ട്. നമ്മൾ മനസ്സിലാക്കണം, അവർക്ക് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മലപ്പുറം ജില്ലയിലുണ്ട്. ഈ മലപ്പുറം ജില്ലയിൽ നിന്നിട്ടാണ് ഇതൊക്കെ വെച്ചിട്ടാണ് മലപ്പുറം ജില്ലേനെ കുറ്റം പറയുന്നത് ഇയാൾ. മലപ്പുറം ജില്ല അങ്ങോട്ടാണ്, മലപ്പുറം ജില്ല ഇങ്ങോട്ടാണ്. അപ്പോൾ മലപ്പുറം ജില്ലയെ വസ്തു വാങ്ങിയെന്ന് ചോദിച്ചപ്പോൾ വസ്തു ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെന്താ സ്കൂൾ പണിയാത്തത് എന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങ് അണ്ണാക്കൊക്കെ അങ്ങ് തറച്ചു പോയത്. പക്ഷെ അങ്ങനെ ചോദിക്കരുത്. കാരണം എന്നാൽ കുറച്ച് ദൂരെ നിന്ന് ചോദിക്കണം. കുറച്ച് ദൂരെ നിന്നിട്ട് ഇതുമാതിരി ചോദ്യമൊക്കെ ചോദിക്കാൻ പാടില്ല. അല്ലാന്നുണ്ടെങ്കിൽ റിപ്പോർട്ടർ നോക്കൂല, അടിച്ച് കൊല്ലും. അയാൾ ജന്നി മൂത്ത മനുഷ്യനാണ്. അയാൾ എന്താണ് ചെയ്യുന്നത്, അയാൾ എന്താണ് പറയുന്നത് അയാൾക്ക് തന്നെ അറിയില്ല. ആ ഒരു കണ്ടീഷനാണ്. അതൊക്കെ നോക്കിയും കണ്ടൊക്കെ ചാനലുകാർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ പണി പാളും. അത്ര മാത്രമേ പറയാനുള്ളൂ.